നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. കുട്ടികളുടെ പഠനം, കുട്ടികളുടെ ഭാവി, ഇതൊക്കെ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പഠനത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള 2 ടിപ്സാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. 2 ടിപ്സ്. കുട്ടികളുടെ പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം, അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ 100% ഞാൻ ഗ്യാരണ്ടി നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാറും, ക്ലാസ് ഫസ്റ്റായി മാറും. ഓക്കെ, നമുക്ക് ഇന്നത്തെ വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠം കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. ഇന്നും ഞാൻ നമ്മുടെ സൂര്യദേവമഠം കുബേര ആശ്രമത്തിലെ കുബേര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ കാരണം നാളെ കുബേര പൂജ നടക്കുന്നൊരു ദിവസമാണ്. ഭക്തജനങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് നാളെ നടക്കുന്നത്. നിങ്ങൾക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വരിക. വരുമ്പോൾ ഒരു 108 നാണയം, അത് എത്രയാണോ, 1 രൂപയുടെ ആണോ 2 രൂപയുടെ 3 രൂപ, എല്ലാം 108 നാണയം നിങ്ങൾ കൊണ്ടുവരണം. കൂടാതെ ഒരു തേങ്ങ നിങ്ങളുടെ വീടിന് 3 വലത് ഒഴിഞ്ഞ് ആ തേങ്ങയും കൂടെ കൊണ്ടുവരിക. കാരണം ശനി ദോഷ പരിഹാരം കൂടെയാണ് ചെയ്യുന്നത്. കുബേര ഭഗവാൻ എന്ന് പറയുമ്പോൾ ശനിയുടെയൊക്കെ ഒരാളാണ്. അപ്പോൾ ശനിദോഷ പരിഹാരം കൂടെ ഇതിൻ്റെ കൂടെ ചെയ്യണം. ഇവിടെ നീരാഞ്ജനം കത്തിച്ചുകൊണ്ട് ശനിദോഷ പരിഹാരം ചെയ്യും. അപ്പം സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ എല്ലാവരും വരിക. എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട്. നാളത്തെ 2ാമത്തെ ശനിയാഴ്ച സ്പെഷ്യൽ കുബേര പൂജയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ദുബായിൽ വെച്ച് കുബേര പൂജ ഉണ്ടായിരുന്നു. ഈ മാസവും ദുബായിൽ വെച്ച് കുബേര പൂജയുണ്ട്. ആ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളത് വിളിച്ചത് എൻ്റെ വാട്സാപ്പിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ അവിടുത്തെ കുബേര പൂജ സമയം ഞാൻ അറിയിക്കാം. നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണമെന്നുള്ളവർ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഞാൻ ആശ്രമത്തിലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കാം, വാസ്തു നോക്കണമെങ്കിൽ നോക്കാം, എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഞങ്ങൾ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. ഇപ്പം പലരും എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഭയങ്കരമായിട്ട് 2-3 ദിവസം കൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ. അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ അറിയാൻ പറ്റും, അത്ര കാറ്റാണ്. അപ്പോൾ രാത്രിയും പകലൊക്കെ ഒത്തിരി കാറ്റാണ്. ഈ ശബ്ദം കേൾക്കുന്നത് വെച്ചാൽ വലിയ വിൻജെയിംസാണ്. ഫെങ്ഷിയുടെ വിൻജെയിംസിൻ്റെ ശബ്ദമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു നോയ്സായിട്ട് വരില്ല, അതൊരു മധുരമായിട്ടുള്ള ശബ്ദമാണ് അല്ലേ, അത് കേൾക്കാം. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെ 2024 ജനുവരി മാസം 13-ാം തീയതി 1199 ധനുമാസം 28-ാം തീയതി ശനിയാഴ്ചയാണ് നാളെ. ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:43 സൂര്യോദയം, വൈകുന്നേരം 6:16 സൂര്യാസ്തമയമാണ്. രാഹുലം വരുന്നത് 9:35 11:01 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 12:27 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:31 12:52 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 6:43 8:09 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 1:53 3:19 മധ്യയാണ് യമകണ്ഠ സമയം വരുന്നത്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. തിരുവോണ നക്ഷത്രമാണ്. ശനിയാഴ്ചയും തിരുവോണ നക്ഷത്രവും കൂടി ആയതുകൊണ്ടാണ് ഇന്ന് നാളത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ്. എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പാടില്ലാത്തൊരു ദിവസമാണ്. എന്നാലും സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും വിവാഹത്തിനൊക്കെ കൊള്ളാം. അതേപോലെ തന്നെ വാസ്തുവിൻ്റെ ഈ വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ അതൊന്നും പറ്റില്ല. പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്താൻ നല്ലൊരു ദിവസമാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് ആ ദിവസത്തേക്കൊന്ന് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. മാത്രമല്ല ശനിയാഴ്ചയാണ്, ശനി ദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് വൈകുന്നേരം കുറച്ച് എള്ളെടുത്ത് നിങ്ങളുടെ തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ എടീശ്വരനെ കുറച്ച് അരിയെടുത്ത് വറ്റിച്ച് അതിനകത്ത് ഒരു തണുക്കാൻ വെച്ചതിന് ശേഷം തലേ ദിവസം നമ്മുടെ തലേണയുടെ അടിയിൽ വെച്ചിരുന്ന എള്ളിനെടുത്ത് തല മുതൽ പാദം വരെ ഒരു 21 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ എള്ളിലിട്ട് മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ 3-4 തുള്ളി നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കുക. വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ അത് കാക്കയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മത്സ്യത്തിന് കൊടുക്കുക. മത്സ്യത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പറവകൾക്ക് കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. അപ്പം ശനിദോഷ പരിഹാരം ചെയ്യുക. പിന്നെ ഒരിക്കൽ വ്രതം നോക്കുന്നവരൊക്കെ നമ്മൾ ഒരിക്കലും എടുക്കുന്നത് ഒരു നേരം നെല്ലരി ആഹാരം കഴിച്ചുകൊണ്ടുള്ള വ്രതം ശനിയാഴ്ച ദിവസം എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. മാത്രമല്ല ശനിയാഴ്ചത്തെ മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് ഞങ്ങളുടെ ഗുരുക്കന്മാരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. ശനിയാഴ്ച നമ്മുടെ പോലുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയുണ്ട്. മൗനവ്രതം എടുക്കുക. ശനിയാഴ്ചത്തെ ദിവസം സംസാരിക്കില്ല. ഒരു കറുത്ത കളർ തുണിയെടുത്തിട്ട് വായിൽ പൊതിഞ്ഞ് കെട്ടിയിട്ട് സംസാരിക്കാൻ പോലും പാടില്ലാത്തൊരവസ്ഥയിൽ, ഒന്നും മിണ്ടാത്തൊരവസ്ഥയിൽ അങ്ങിരിക്കും. ഒരു ദിവസം ഫുള്ളായിട്ടിരിക്കും. ഏറ്റവും പവർഫുള്ളാണ്. മെഡിറ്റേഷൻ്റെയൊക്കെ ഏറ്റവും ടോപ്പ് ലെവലിലെത്താൻ കഴിയുന്നൊരിതാണ്. അത്രയും നമ്മൾ അത്രത്തോളം സംസാരിക്കാതെ, പ്രത്യേകിച്ച് ശനിയാഴ്ച സംസാരിക്കാതിരിക്കുമ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു എനർജി നമുക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലൊന്ന് ചെയ്യുള്ളൂ. ടിപ്സുകളൊക്കെ ഓരോന്ന് പറഞ്ഞു തരികയാണ് ഞാൻ. ഓക്കെ, മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. പിണ്ടതൂൽ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിദോഷം ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. ഉത്രാടം
അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ ശനിയാഴ്ച ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട്. നമുക്ക് അടുത്ത ദിവസത്തേക്കൂടെ ഒന്ന് നോക്കാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മൃത്യുദോഷങ്ങൾ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് പോകേണ്ടതാണ് മൃത്യുദോഷങ്ങളെല്ലാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം. അടുത്ത ദിവസത്തേക്കൂടെ ഒന്ന് നോക്കാം. 2024 ജൂൺ മാസം 14-ാം തീയതി 1199 ധനുമാസം 29-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:17 സൂര്യാസ്തമയം വരുന്നത്. അഭിജിത്ത് രാഹുലം വരുന്നത് 4:46 6:12 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07 12:28 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:32 12:53 മധ്യയാണ്. അതേപോലെ തന്നെ ഗുളിയൻ ഉദയം വരുന്നത് 3:20 4:46 മധ്യയാണ്. യമകണ്ഠ സമയം വരുന്നത് 12:28 1:54 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. അവിട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു നക്ഷത്രം. ഇപ്പോൾ ഈ 2 ശനി ഞായറൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല. ഈ വീടൊക്കെ മാറുവാനൊക്കെ ഉള്ളവരൊക്കെ നോക്കിയൊക്കെ മാറണം. അങ്ങനെ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എന്നാലും സംഗീത വിദ്യാരംഭം, ചോറൂണ് ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഞായറാഴ്ചത്തെ ദിവസം. കൃഷിപ്പണി, ഈ കൃഷി ചെയ്യുവാനുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. അല്ലെങ്കിൽ വീട് വയ്ക്കുവാനൊക്കെ മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന, കൃഷിയൊക്കെ തുടങ്ങുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വാസ്തുകർമ്മങ്ങൾ ചെയ്യാം. പിന്നെ വിവാഹം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു ഇത് പറയുന്നുണ്ട്. അതിനകത്ത് ചില ആൾക്കാർ നമുക്ക് ആ ജാതകത്തിൻ്റെ രീതി നോക്കിയിട്ട് നമുക്കതിന് വിവാഹവും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് ഗഹനമായിട്ട് പരിശോധിച്ചിട്ട് വേണം ആ ഞായറാഴ്ച ദിവസം വിവാഹം എല്ലാം ഉണ്ടെങ്കിൽ അത് നടത്തുവാൻ. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ 2 ദോഷങ്ങളാണ് ഉള്ളത്. വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പോൾ വസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഈ പറയുന്ന ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ 2 ദോഷങ്ങളുണ്ടെന്നുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കൂടെ അതിൻ്റെ ചെയ്തുകൊണ്ട് പോവാം. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സൂര്യദേവമഠം കുബേരാശ്രമം, അത് നമുക്ക് ഈ കുട്ടികളെന്നോ കൗമാരക്കാരെന്നോ മുതിർന്നവരെന്നോ അങ്ങനെ യാതൊരു പ്രായ വ്യത്യാസവും ഇല്ലാതെ, അതുപോലെ തന്നെ ജാതി വ്യത്യാസമില്ല. ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ അങ്ങനെ യാതൊരു ജാതി വ്യത്യാസമില്ലാതെ മനസ്സിന് റിലാക്സേഷൻ വേണമെന്ന് തോന്നുന്ന ആർക്കും ഇവിടെ വരാം. ഇവിടെ വന്ന് നിങ്ങൾ അനുഭവിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം. അത്ര നല്ല അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പല സംഭവങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ വരിക. കൊല്ലം ജില്ലയിൽ ആയൂർ മഞ്ഞപ്പാറയിൽ സൂര്യദേവമഠം കുബേരാശ്രമം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? കുട്ടികളുടെ വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ ഒത്തിരി ആൾക്കാർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓടിക്കൊണ്ട് നടക്കുന്ന കുട്ടികൾ, എൻ്റെ കുട്ടികൾ അത് പഠിക്കണം, അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ ഒരു ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ പാരൻസാണ് പഠിക്കുന്ന, കുട്ടികളല്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കണം. ഞാൻ പറയുന്ന ഒരു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ആ രീതി അനുസരിച്ച് നിങ്ങൾ വീട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ റിസൾട്ട്, അടുത്ത പ്രാവശ്യമുള്ള റിസൾട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിയോളൂ. ഞാൻ കുറേ സ്കൂളുകളിലും കുറേ സ്ഥലങ്ങളിലൊക്കെ ക്ലാസ് എടുത്ത് സക്സസ് ആയതുകൊണ്ടാണ് ഈ ഒരു ടിപ്സ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. നേരത്തെ ഒത്തിരി വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാൽ പഠിക്കാൻ അനുവദിക്കരുത്. അവർ പഠിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഹോംവർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരത് എഴുതിയിട്ട് അവർ കിടന്ന് ഉറങ്ങുകയോ അവരുടെ എൻ്റർടൈൻമെൻറ്റ് അങ്ങ് വിട്ടേക്കുക. ചെയ്യാൻ പറ്റുമോ? സ്കൂളിൽ നിന്ന് വന്നാൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കരുത്, പഠിക്കാൻ അനുവദിക്കരുത്. അവരവരുടേതായ രീതിയിലുള്ള എൻ്റർടൈൻമെൻറ്റ് അങ്ങ് വിട്ടേക്കൂ. അടുത്ത ദിവസം രാവിലെ 4 മണി അല്ലെങ്കിൽ 3:45 മണിക്ക് വിളിച്ചുണർത്തി പഠിപ്പിക്കൂ. സരസ്വതി യാമം അല്ലെങ്കിൽ ബ്രാഹ്മമുഹൂർത്തം, ആ സമയത്ത് കുട്ടികളെ വിളിച്ചുണർത്തി കൂടെ ഇരുത്തി പഠിപ്പിച്ചാൽ ആ കുട്ടികൾ ലൈഫ് ടൈം അത് ബ്രെയിനിൽ ഫീഡാവും. അനുഭവമാണ് പറയുന്നത്. ഒത്തിരി കുട്ടികളിൽ അത് പരീക്ഷിച്ച് അത് വിജയിച്ച കാര്യമാണ്. പണ്ടുള്ള ആൾക്കാരൊക്കെ പഠിക്കുന്ന സമയം അതാണ്. നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളും പഠിച്ചിട്ടുള്ള ആ ഒരു സമയമായിരിക്കാം എക്സാമിൻ്റെ തലേ ദിവസം. അങ്ങനെയല്ല, എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികളെ രാവിലെ വിളിച്ചുണർത്തിയിരുത്തി പഠിപ്പിക്കൂ. പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡാണ്. ആ മൈൻഡിൽ തലേ ദിവസം പഠിപ്പിച്ചിരുന്നത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞ്, ഒരു പ്രാവശ്യം വായിക്കാൻ പറഞ്ഞാൽ മതി, അവർക്ക് ബ്രെയിനിൽ ഫീഡാവും. റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളത് ശ്രദ്ധിക്കും, ചെയ്തു നോക്കൂ. തലേ ദിവസം ക്ലാസ്സിൽ പോയത് മുതൽ ആ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഒരൊറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം ഫീഡാവും. വൈകുന്നേരം വീട്ടിൽ വന്നിരുന്ന് പഠിക്കുന്ന കുട്ടികളേക്ക് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, വൈകുന്നേരം നിങ്ങൾ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുകയാണെങ്കിൽ അത് അച്ഛനും അമ്മയും ബോധിപ്പിക്കാൻ മാത്രമാണ്, നിങ്ങളുടെ തലയിൽ കയറാനല്ല എന്ന് പറയാറുണ്ട്. രാവിലെ നിങ്ങളെ കുട്ടികളെ വിളിച്ചുണർത്തിയിട്ട് പഠിപ്പിച്ച് നോക്കൂ. അതുമല്ല, രണ്ടാമത്തത്,
കുട്ടികൾക്ക് സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലം ഏത് റൂമിലാണോ ഇരുന്ന് പഠിക്കുന്നത് ആ പഠിക്കുന്ന ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിഞ്ഞ് പഠിക്കാൻ പറയാം, അല്ലെങ്കിൽ വടക്കോട്ട് തിരിച്ചിരുത്തി പഠിപ്പിക്കാം. ഇത് രണ്ട് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഭയങ്കരമായിട്ടുള്ള സക്സസ് ആവും. കുട്ടികളുടെ അലസതയും മടിയൊക്കെ മാറും. ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ ഒരു പാടാണ്. നിങ്ങളും കൂടെ എണീച്ചിരുന്ന് കുട്ടികൾ ഉറങ്ങുമ്പോൾ തട്ടി ഉണർത്തിയിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കൂടെ ഇരുന്ന് നോക്കൂ. 21 ദിവസം ആ കുട്ടിയെ കറക്റ്റായിട്ട് എണീപ്പിച്ചാൽ അവൻ ലൈഫിൽ അവൻ്റെ മരണം വരെ അവൻ ആ സമയത്ത് എണീച്ചിരിക്കും. 21 days, അതാണ് എൻ്റെ കണക്ക്. 21 ദിവസം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റിവെക്കൂ. രാവിലെ ഒന്ന് വിളിച്ചുണർത്തൂ, നിങ്ങളും കൂടെ എണീക്കൂ. നിങ്ങളും കൂടെ എണീച്ചിട്ട് ആ ബ്രാഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ആ ഒരു സരസ്വതി യാമം 3:45 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ എണീച്ചിട്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷം കുളിക്കുകയൊന്നും ചെയ്യേണ്ട, മുഖമൊക്കെ കഴുകിയതിന് ശേഷം അവിടെ ഇരുന്നിട്ട് വായിക്കാൻ കൂടെ ഇരിക്കൂ. നിങ്ങളും 21 ദിവസം നിങ്ങളുടെ കുട്ടികളെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ക്ലാസ് ഫസ്റ്റ് ആവും. അവന് ആ വിദ്യാഭ്യാസം അവന് ഏറ്റവും ഹൈ ലെവലിൽ എത്താൻ അവന് സാധിക്കും. പല വീടുകളിലും പല സ്കൂളുകളിലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് വിജയിച്ച കേസാണിത്. അതുകൊണ്ട് നിങ്ങളത് ചെയ്യൂ. ഈ രണ്ട് കാര്യം: ഒന്ന്, കുട്ടികളെ രാവിലെ വിളിച്ചിരുത്തി പഠിപ്പിക്കൂ. രണ്ട്, കുട്ടികൾ പഠിക്കുന്നത് ഏത് റൂമാണോ ആ റൂമിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഇരുന്ന് ഒന്നുകിൽ ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ നോർത്തിലോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കാൻ പറയൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സപ്പ് ചെയ്യൂ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീടിൻ്റെ പരിസരം വഴി വരുമ്പോൾ ഇറങ്ങി നോക്കാം. ഞാനിപ്പോൾ അടുത്ത തിങ്കൾ ചൊവ്വയൊക്കെ ഞാൻ മിക്കവാറും ബാംഗ്ലൂർ വരാൻ ചാൻസ് ഉണ്ട്. ബാംഗ്ലൂർ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, നിങ്ങളുടെ വീട് വന്ന് നോക്കാം. അത് കഴിഞ്ഞ് നേരെ കണ്ണൂരാണ് വരുന്നത്. കണ്ണൂർ ഭാഗത്തും അടുത്ത ആഴ്ച ബാംഗ്ലൂരും കണ്ണൂരുമാണ് പൂർണ്ണമായിട്ടും ഉള്ളത്. വിളിച്ചോളൂ. ആ ഭാഗത്തോടെയെങ്കിലും നിങ്ങൾ ഇവിടെ ഉള്ളതാണ് വിളിച്ചോളൂ. ഞാൻ കറക്റ്റ് ടൈം തരാം, എന്ന് വന്നൊക്കെ നോക്കാമെന്നുള്ള സമയം തരാം. എപ്പോഴും ശ്രദ്ധിക്കുക, എന്ത് കാര്യം ചെയ്യുമ്പോഴും ട്രസ്റ്റ് ചെയ്തേ ചെയ്യാവും. ചെയ്ത് ഈ ഫെങ്ഷുയി നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലാതെ എൻ്റെ ഇത് കേട്ടുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. 100% നിങ്ങൾക്ക് സക്സസ് ആവും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്യുക. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.